ഹായ്, എന്താ പാട്? സുഖല്ലേ? ഇവിടെയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ വന്നത് എന്തിനാ അറിയോ? ഞാൻ പണ്ട് തൊട്ടേ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നൊരു കാര്യമാണ്. എന്ത്? സ്വന്തം കൊള്ളരുതായ്മ കൊണ്ട്, അതായത് സ്വന്തം എന്താ പറയാ, ആർമാദിച്ച് ജീവിച്ച് അറിയില്ലേ? അങ്ങനെ ജീവിച്ചിട്ട് മടുക്കാത്ത ഒന്ന് രണ്ട് ഐറ്റം നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കടന്ന് കളിക്കുന്നുണ്ട്. അതിൽ ഒന്നിനെ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തന്നതാ. ഇനി അതിലപ്പുറത്തേക്ക് ഒന്നും കാണിക്കല്ലാത്തത് കൊണ്ടാണ് അതിനെ ഞാൻ ഒഴിവാക്കിയത്. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടും മാന്യതയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതിന്റെ ഇടയിൽ കൂടെയാണ് എന്റെ എൻട്രി. അങ്ങനെ അതിന്റെ A to Z ഞാൻ പൊളിച്ചടുക്കി. ഇപ്പൊ എന്തായി? സ്വന്തം മക്കള് വരെ വീഡിയോ കാണേണ്ട ഗതികേടായി. ഇനിയിപ്പോ ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇനിയൊക്കെ കാലം അങ്ങനെ തെളിയിച്ചോളും. അത് കാരണം ഞാൻ ആ തീട്ടക്കേസുകൾ ഒഴിവാക്കി വിട്ടതാ. പക്ഷെ ഇപ്പൊ വേറൊന്നുണ്ട്. ഇതിന്റെ നേരെ ഫോട്ടോസ്റ്റാറ്റന്റെ ഇക്കായേ തീട്ടായേ എവിടെയായേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സകല കുടുംബത്തെ കാര്യവും വിളിച്ചു പറയണേ ഒരുത്തി. ഓളെ ഞാൻ ഒന്ന് മാറ്റി നിർത്തിയതാ. ഓളൊക്കെ ഇന്ന കമന്റില് വഴി എമ്മാരി ദ്വയായിരുന്നു അറിയോ? ഞാനും എന്റെ പൊന്നു മക്കളും അവനിക്കായി ദ്വാ ചെയ്യുമായിരുന്നു, അവന്റെ നാശം കാണാനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓളിങ്ങനെ നീട്ടി വലിച്ചിട്ട് ഇങ്ങനെ എഴുതിയിരുന്നു. എന്തിന്? എനിക്കെതിരെ. അത് മറ്റോളിട്ടപ്പോ അതിന്റെ ഇടയിൽ കമന്റ് കൊടുന്നിട്ടിക്ക, ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ഇതൊക്കെ പഠിച്ച് റബ്ബുണ്ടല്ലോ, റബ്ബ് ആ റബ്ബ് കാണാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഓള് വന്നിരുന്നു. അതായത് നിലവിലിപ്പോ 4 5 എന്തോ ഓള് കെട്ടിയിരിക്കണു. ഇവള് കെട്ടിയാലൊക്കെ കുടിയന്മാരാ. ഇവള് ബാറിന്നാണ് തോന്നുന്നു നിക്കാഹ് കഴിക്കണത്. കാരണം കറക്റ്റ് കുടിയന്മാരെ ഓൾക്ക് കിട്ടണത്. ഓള് മോശമൊന്നുമില്ല കേട്ടോ. ഓള് നല്ല കുടുംബിനിയാണ്, നല്ല പെണ്ണാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അത്രയൊക്കെ കുടുംബത്തിനെ സ്നേഹിച്ചിട്ടും മക്കളെ സ്നേഹിച്ചിട്ടും ജീവിക്കുന്ന ഒരു പെണ്ണാണ്. പക്ഷെ എന്താ അറിയില്ല, കെട്ടണത് കുടിയന്മാര്. എന്താണ് അങ്ങനെയെന്നുള്ള അറിയില്ല. ഇപ്പോൾ ഇതിന്റെ ഇടക്ക് രണ്ടും പാടെ 5ാമത്തോനും പിന്നെ ഇവളും പാടെ തൊടുവിലൊക്കെ ഇറങ്ങി അലാക്ക് വെക്കാനുണ്ടായിരുന്നു. അതും ഞാൻ ചെയ്യാൻ പോയിരുന്നില്ല. വെക്കാനും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. എന്തിനാ അറിയോ? ഇത് പറഞ്ഞാലേ ബാക്കിയുള്ളതിന് നിങ്ങൾക്കൊരു പിടുത്തം കിട്ടുള്ളൂ. ഇതൊന്ന് കണ്ടോ കാണി. ഇവളെ വയറ്റി കിടന്ന എന്റെ കൊച്ചല്ലെന്നാണ് പറയുന്നത്. അല്ലല്ലേ? അപ്പൊ നീ ആർക്കുണ്ടാക്കിയ? ഒന്ന് പറയാ, ഒന്ന് പറഞ്ഞോ. അല്ല ശരി, ആയിക്കോട്ടെ. നിന്റെ വയറ്റിടുന്ന ആര്? അപ്പൊ എന്റെ കൂടെ കിടന്ന് നിന്റെ വയറ്റി കിടന്ന ആര്? അത് പറഞ്ഞാൽ മതി. അത് പറഞ്ഞേ പോവും. എന്റെ ഉമ്മാണ് എന്റെ കൂടെ കിടന്ന. ഇത് കണ്ടല്ലേ? ഇതാണ് സംഭവം. ഇവള് പറയുന്ന വെച്ചാൽ എന്റെ കൂടെ കിടന്നിട്ട് എന്റെ കൊച്ചാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി. ഇപ്പൊ എന്റെ കൊച്ചല്ല എന്നാണ് ഇവള് പറയുന്നത്. അല്ല, അപ്പൊ എന്റെ കൊച്ചല്ല. കേട്ടല്ലേ? എല്ലാം കേട്ടല്ലേ? അത് മതി. കേട്ടോ? ഓൻ ചോദിക്ക എന്റെ കൊച്ചല്ലേന്ന്. 8ാം മാസം 9ാം മാസം എന്താ അയക്കണു. എന്നിട്ടപ്പൊ ഓന്റെ കൊച്ചല്ലേന്ന് ചോദിക്കാൻ വന്നിക്കണം. അതും ലൈവ് ഇട്ടിട്ട്. ഇതുവരെ ഓനിക്ക് അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. എവിടെ പിന്നാലെ കൂടിയിട്ടാ കൊണ്ട് ഓനിക്കും ഒരു അക്കൗണ്ട് ഉണ്ട്. എന്തിന്? വിവരങ്ങൾ അപ്പ ജനങ്ങളെ അറിയിക്കണ്ടേ? ഇല്ലെങ്കിൽ എന്താ വിചാരിക്ക? ഒരു ദിവസത്തെ കാര്യം പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആയിക്കും നല്ലത് അങ്ങോട്ട് ചാകുക. ഓൾക്ക് പറയാനുള്ള കാരണങ്ങൾ എന്താ അറിയോ? ഇന്ന് ഷാൻ ഇവിടെ വന്നിരുന്നു. ഷാൻ വന്നു എന്ന് മാത്രമല്ല, പുലർച്ചെ 4 മണിയായല്ലോ എത്തിക്കണേ, നിങ്ങൾക്കറിയാലോ. അങ്ങനെ എന്ത് ചെയ്തു? 6 മണിയായപ്പോ കക്കൂസിലേക്ക് പോയി. കക്കൂസിൽ പോയപ്പോ അവിടെ നീല കപ്പായിരുന്നു ഇരുന്നീന്ന്. നമ്മളിപ്പോ നീലക്കപ്പയൊക്കെ ആയിട്ടാണല്ലോ സാധാരണ കക്കൂസിക്ക് പോക്കെ. ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് ആ നീലക്കപ്പ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഷാനിന് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഷാൻ ആ കപ്പ എടുത്ത് പൊട്ടിച്ചു. ഇങ്ങനെ സകലമാന തീട്ടക്കേസ് ഉമ്പിൾ ഇതിലിരുന്ന് പറയും. എന്നിട്ടോ 10 മിനിറ്റ് കഴിഞ്ഞതിന്റെ മുന്നേ കാണാം ഓനും ഓളും ഡാൻസും. ഇത് കാലങ്ങളായിട്ട് തുടങ്ങി. ഇതിനൊക്കെ ഞാൻ പറയും ചെയ്തിരുന്നു അന്നൊക്കെ, എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഇപ്പൊ അവസാനം കളി എന്തായിക്കണോ അറിയോ? അതിനു മുമ്പ് വേറൊരു വീഡിയോ കൂടി ഉണ്ട്. ഇവലെ തൊടുത്ത ലൈവന്നെ. ഇത് കണ്ടോ? പിന്നെ എനിക്കൊന്നും പരാതിയില്ല. ഞാന് നജില വീട്ടിലാണ്. അപ്പൊ നജില പറയണ് അവളെ വയറ്റി കിടന്ന കൊച്ച് പറഞ്ഞാണ് എന്റെ അല്ലെന്നാ. ഒന്ന് പറയാ നജിലെ.
റെഡി മൊത്തം ഓടി ഒരു നാളെ കുടിച്ചിവിടെ കയറി വരാൻ പറ്റും. അങ്ങനെയല്ല ഇവിടെ കുടിച്ച് നാലാം കാലിലടിക്കുക. ഒരു മിനിറ്റ് ഞാൻ കുടിച്ച കാര്യങ്ങൾ നിൽക്കട്ടെ. ഇവിടെ പറയുന്ന വെച്ചാല് ഞാൻ ഇവിടെ വയറ്റ് കിടാൻ കൊച്ചു എന്റെ അല്ലാണോ? നിന്റെ അല്ല. കാരണം നീ അല്ല അപ്പ ആര് കഴിക്കും? അപ്പ ആര് കഴിക്കും? എന്റെ അപ്പാപ്പാരതായിരിക്കും. അതുകൊണ്ട് അത് ഒരു അവള് പറയണ്ട. അവള് വയറ്റ് കിടാൻ കൊച്ചു എന്റെ അല്ല. കയ്യില് കഥ കുടിച്ച് അടച്ചു കൊടുത്തു. ആരോഗ്യത്തിന്റെ കയ്യില് ആര് കയ്യില്? ഞാനാ എവിടെ കഥ പഠിച്ചത്? കഥവ് നിന്നപ്പോഴത്തേക്ക് പാപ്പ കേറിങ്ങി വരണേ. എവിടെ കഥ പഠിച്ച്? കള്ളിന്റെ നാറ്റം കാരണമാണ് ഞാൻ നോക്കുന്നത്. അതായത് ഇവക്ക് ഇങ്ങനെ ബാക്കിയുള്ള കേസ് ഒരു 10 മിനിറ്റ് ഞാൻ ലൈവ് നല്ലടക്ക് കുടിച്ചിട്ട് ഒരു മിനിറ്റ് ഇവിടെ പറഞ്ഞ് ഇവിടെ വയറ്റി കിടന്ന കൊച്ചു എന്റെ അല്ല നിങ്ങളെല്ലാം കേട്ടല്ലേ? അത് മതി അത് ഓക്കെ അത് മതി ഇനി ഞാൻ വഴിക്ക് വരൂല. കേട്ടില്ലേ? ഇതാണ് ഇവരുടെ ഒരു ഗതികേട്. ഞാനതല്ല ആലോചിക്കണേ, ഈ അയലോക്കാരൊരു ഗതികേട് ആലോചിക്കണേ. ഒന്നിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പറ്റ ചിലപ്പോ ബെഡ്റൂമൊക്കെ ചിരിച്ച് കളിച്ച് പോയതാക്കാരം. എന്നിട്ട് നട്ടപ്പായരാക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ കാണാം രണ്ടാളും അതേമാതിരി ലൈവും തൂക്കിയും കൊണ്ട് വരുന്നു. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേക്ക് തെറ്റിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ഇത് പ്രേക്ഷകരെ അറിയിക്കണ്ടേ? ഇല്ലെങ്കിൽ ഓല എന്താ വിചാരിക്കുക? ഒരു സുഖമായി കടന്നുറങ്ങുകയാണെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാ പോലും ജീവിച്ചിരിക്കണു? അപ്പൊ അത്ര സുഖത്തിലല്ല ജീവിക്കണെന്നുള്ളത്. പിന്നെ മാത്രല്ല ഇന്റെ അടുത്തല്ല തെറ്റേന്ന് നെജ്ലിയും ബോധ്യപ്പെടുത്തണം, ഓന്റെ അടുത്തല്ല തെറ്റേന്നുള്ള ഷാനും ബോധ്യപ്പെടുത്തണം. അപ്പൊ എന്തായി? ഒരു തമ്മിൽ ലൈവ് ഇടുകയാണ്. തൊടുകൂടെ നടന്നിട്ട് നട്ടപ്പായിരാക്കി ഇതന്നെ സമയം 1 മണി 2 മണിക്കാണ്. ആ അയലോക്കാരുടെ ഗതികേട് ആലോചിച്ച് നോക്കണേ. അവിടെയൊക്കെ സെന്റിന് ഇപ്പോ 1000 ഉറുപ്പ്യ പോലും കിട്ടൂല. കാരണം ഇവളവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇവള് 5ാമത്തെ കെട്ട് കെട്ടിക്കുക. എന്നിട്ട് പറയുന്നത് എന്താ അറിയോ? വളരെ മോശമായിട്ട ചെറുക്കെന്ന്. എങ്ങനെ 4 എണ്ണം മോശമായിട്ട് ഒഴിവാക്കിക്കണു. എന്നിട്ട് 5ാമത്തെ കെട്ടിയതാ. അപ്പൊ പറയണേ കുടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് തെറ്റിന്റെ തല്ലല്ലോ, ഓന്റെ തല്ലേ. ഓനോട് ആരെയും കുടിച്ചാൻ പറഞ്ഞു. ഞാൻ നല്ലതാ അപ്പോഴും. അതായത് പ്രശ്നം ഇപ്പൊ ഇവിടെ ഒന്നും അല്ല തുടങ്ങണേ. ഇത് കഴിഞ്ഞിക്കണൂന്നാ. ഇതിപ്പോ പുതിയതൊന്നും തുടങ്ങിക്കണു. അതെന്താ അറിയോ? ഷാനും നജിലിയും ഒന്നായി. ഇപ്പൊ ആരെ? ഇപ്പൊ ഒരു 11 വയസ്സായ കുട്ടിയുടെ നെഞ്ഞത്തിക്ക. ഇതിന്റെ മുമ്പത്തെ ഭർത്താവിന്റെ. ഇപ്പൊ പറയണ എന്താ വെച്ചാ അവളുടെ വാപ്പായി ഉണ്ടായിരുന്നില്ലേ? വാപ്പായി ഇതിനേക്കാ മോശമായിരുന്നു. പിന്നെ എങ്ങനെയാ അവള് മോശമല്ലായിരിക്കുക എന്നാ പറയണത്. കേക്കണം, എല്ലാത്തിനും ന്യായമുണ്ട് മൂപ്പത്തിയായിരിക്ക്. എന്താണ് ഇപ്പൊ സംഭവം എന്ന് ഏറെക്കുറെ നിങ്ങൾക്കൊക്കെ അറിയാം. അമ്മായി പാരത്ത ലൈവിടലല്ലേ മൂപ്പത്തിയാറ്. ഞാൻ ഇനി എടുത്ത് പറയണമെന്നൊന്നുമില്ല, എന്നാലും പറയാം. ഇവളിപ്പോ ആ കുട്ടീനെ ഉപദ്രവിക്കുകയാണ്, നോക്കണില്ല. ഇവർ രണ്ടുപേരും കൂടി അതിനെ കെട്ടിയിട്ടിട്ടൊക്കെ മർദ്ദിക്കുന്നുണ്ട് എന്നുള്ളത് ചൈൽഡിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും കംപ്ലൈന്റ് ചെന്നിരിക്കണം. ചൈൽഡൊക്കെ കേസ് എടുക്കുക എന്ന് പറയുന്നത് തന്നെ അത്ഭുത. കാരണം എന്താ പറയുക, ചൈൽഡൊന്നും പേരിന് മാത്രമേ ഉള്ളൂ ചൈൽഡ് എന്നാണ് ഇന്റെ ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ചൈൽഡിക്ക് ഞാൻ തന്നെ 2-3 പരാതി കൊടുത്തിരുന്നു. അതിനൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ചൈൽഡ് എന്തിനാ ഇരിക്കണെന്നുള്ളത് ആദ്യം ജനങ്ങളെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ചൈൽഡിന്റെയും കൂടി ഉത്തരവാദിത്തം. വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഇതിനു മുമ്പ് എന്റെ മക്കൾ അത്രയും എന്താ പറയാ അനാവശ്യം പറഞ്ഞിട്ട് ഒരുത്തിയുടെ പേരിലേക്ക് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ. അതിനൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അന്നൊരു കാര്യം മനസ്സിലായി, ഇതുമൊന്നും ഉണ്ടാകാൻ പോണില്ല എന്നുള്ളത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇപ്പൊ ചൈൽഡ് വന്നിട്ട് ആ കുട്ടികളെ കൊണ്ടുപോയി എന്നാ പറയുന്നത്. ഇപ്പൊ കുട്ടികളെ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കൂല എന്നും പറയുന്നുണ്ട്. ഇപ്പൊ ഇവർ രണ്ടാളും എന്താ പറയാ ഇന്നലെ ഇടക്ക് ഇട്ടിക്കണു. ഏതോ മാപ്പിളപ്പാട്ടൊക്കെ വെച്ചിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോണതും ഡാൻസും ഒക്കെ. ഞാൻ പഴയ ഒരുത്തിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ നേരെ ഫോട്ടോസ്റ്റാറ്റാണ് ഇതെന്നും പറഞ്ഞില്ലേ. ഇപ്പൊ ഇവളുടെ പ്രശ്നം എന്താ വെച്ചാൽ അവളുടെ ഉമ്മയാണ്. സ്വന്തം ഉമ്മാനി ബാപ്പാനി എല്ലാരെയും പരക്കെ തെറിയ. അതും ലൈവ് ഇട്ടിട്ട് തന്നെ വേണം, നാട്ടുകാരെ ബോധിപ്പിക്കണ്ടേ. ഇവള് ഭയങ്കര സത്യസന്ധതല്ല പെണ്ണാട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5 മാപ്പിളയും മോശമാകും കൊണ്ട് ഒഴിവായി. ഇപ്പൊ സ്വന്തം കുടിക്കാര് മോശമാണ്. അപ്പോഴും ഇവള് നല്ലോളാ. ആരുടെ കണ്ണില്? ഓള കണ്ണിൽ തന്നെ. അതൊന്ന് കേട്ടോ. അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്കും എല്ലാവർക്കും സുഖാണ്. പിന്നെ നിങ്ങൾക്കറിയാം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും ഭയങ്കര സുഖാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങോട്ട് തുടങ്ങും പാരായണം. ഇത് എവിടെ തീരുന്നൊരു പിടുത്തമല്ല. എന്നാലും കേട്ടോ, എന്റെ ലൈഫ് പറഞ്ഞാണ്, എന്റെ ജോലിയും പറഞ്ഞാണ് ഞാൻ പബ്ലിക്കിൽ വരുന്നത്. അന്ന് മസ്റുമോളും മുത്തുമോനും മിച്ചുമോനും മാത്രമേ ഉള്ളായിരുന്നു. ഒരൊറ്റപ്പെട്ട തികഞ്ഞൊരു ജീവിതം. ആരുമില്ല. എന്തൊക്കെ പൂച്ചേളാ, എന്ത് പേരാ മുസ്ലിമോളും. ഭക്ഷണം തരാനും ആരുമില്ല. ഇന്ന് ആ മനുഷ്യരാരും മരിച്ചിട്ടുമില്ല,
ജീവിച്ചിരിപ്പുണ്ട്. ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞ മാസം ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് ഈ 3 മക്കളെയും കൊണ്ട് പോയി. രാത്രിയായിട്ട് വരുന്നില്ല. അപ്പൊ ഞാന് മസൂമോളടുത്ത് പറയരുതെന്ന് വിലക്കി. ആര്? ഉമ്മ. ഞാന് ചോദിച്ചു. എന്നിട്ട് മിസലിമ എന്റെ അടുത്ത് പറഞ്ഞു, അമ്മച്ചി നമ്മളെ ഒരു സ്ഥലം വരെ പോരുന്നു. ഒരു പഞ്ചായത്തില് കുട്ടികളെ 3 മൊഴിയും കൊടുത്ത്. മുഷ്താഖ് മോൻ ഒരിക്കൽ ഇവരെ ഏറ്റെടുത്ത് മുഷ്താഖ് മോൻ തിരികെ നമ്മളെ കൂടെ വന്നു. അള്ളാഹു ഒരുവനുണ്ട്. മുഷ്താഖ് മോനെ എന്തെന്ന് പഞ്ചായത്തിൽ ചോദിച്ചു മക്കളെ? ഞാൻ അടിക്കോ? മിച്ചു മോനെ എന്തായാലും ചോദിച്ചു. പൊടിക്കള്ളി തന്നെ പഞ്ചായത്തിൽ ചോദിച്ച് ഞാൻ അടിക്കുന്ന ആ 2 പഞ്ചായത്തിൽ അവരെ വന്നിട്ട് പറഞ്ഞു ഇവന്റെ കയ്യില് 2 കൈയും കാണിച്ചു കൊടുക്കളെ. ഇവന്റെ കയ്യില് ചാർജറിനെ അടിച്ചു. 2 കൈയും. വെളുത്ത കുട്ടിയാണ്. ഇവന്റെ കയ്യില് ഒരടയാളം നിങ്ങൾ കാണിച്ചു തന്നാണ്. ഒരടയാളം. മച്ചി ചാർജറിനെ അടിച്ചാ? മസറൂറായ കൊങ്ങക്ക് പിടിച്ചാ? അപ്പൊ മസറൂറ പറഞ്ഞെന്ന് ഞാൻ കഴുത്തിന് ഞാൻ അടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോ അടിച്ചിട്ടുണ്ട്. അത് മുമ്പ്, ഇപ്പോഴല്ല. കൊങ്ങയ്ക്ക് പിടിച്ചിട്ടുണ്ട്, കഴുത്തി കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട്. അവളെ തലകീഴായി. അതും നേരെയല്ല, വലിയ കുട്ടീനെ ഞാൻ തലകീഴായി കെട്ടി തൂക്കി. എന്റെ വീട്ടില് ഒരു ഹോളും ഇങ്ങനത്തെ ഇതിനകത്ത് ഒരു കയറെങ്കിലും ഉണ്ടാ നിക്ക് കണ്ടിട്ടുണ്ടാക്ക? കെട്ടി തൂക്കിയിട്ടുണ്ടാ? അപ്പൊ ഏതാ അല്ല ആളോടാ ചോദിക്കണക്കാനോട്. ഇക്കപ്പോ ഒരു 10 മിനിറ്റ് ആ കാറിൽ കിട്ടി. ഇപ്പൊ പോകും പൂക്കുറ്റിയാകാൻ വേണ്ടിട്ട്. പിന്നെ ഇക്കി പുളുവാക്കാതെ. ഇപ്പൊ ആരക്കാടെ ഓളെ വക്കീലറിയോ? എന്ത് ചോദിച്ചാലും ഉണ്ടൊക്ക തന്നെക്ക. ആ ഇക്കഞ്ഞൊരു മഹരിബാങ്ക് കൊടുക്കല് കഴിയട്ടെ എന്നാ കാണാ ഇക്കാടെ. പിന്നെ ഇക്കാടെ അഡ്രസ് തന്നെ അറിയില്ല, ഇക്കാടെ പേര് തന്നെ ഏതാന്ന് അറിയില്ല. അതായിരിക്കും ഇക്കാടെ കോലം. ഇക്കൊരു ലൈവും കൊണ്ട് ഇപ്പൊ വരൽ തുടങ്ങും. എന്തായാലും ബാക്കി കേക്കാം. ഉള്ള സമയത്ത് അപ്പൊ അവള് തിരിച്ചു വെക്കണേ ഏത് വാപ്പാന്ന്. എന്റെ ഉമ്മ കൊടുത്ത മൊഴികളാണ് എന്റെ മക്കളെ വെച്ചിട്ട്. ഞാന് അടിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ആ ഷംസ് പോയ സമയത്ത് ഞാന് അടിച്ചിട്ടുണ്ട്. അതാരാ സംസു? ഇപ്പൊ 5ാമത്തെ അല്ലേ ഇപ്പോന്റെ പിന്നാലല്ലേ? ഇതൊക്കെ ആദ്യം നമ്മള് കാണാപ്പാടം പഠിച്ചാണ്, ഒരു പേപ്പറും ബുക്കും എടുത്തിട്ട്. ഇതിപ്പോ ഏതൊക്കെ ഇയറില് ഏതൊക്കെ കോണില് ഏതൊക്കെ പഞ്ചായത്തിലുള്ള മാപ്പിളാരാണെന്നുള്ളത് എങ്ങനെയാ ഇത് മനുഷ്യന്മാരോട് പറയാൻ അറിയണ്ടേ? അടിച്ചത് അതിന്റെ കൂട്ടുകാരിയൊക്കെ അറിയാം. എല്ലാ തള്ളമാരും എല്ലാ തള്ളമാരും മക്കളെ അടിക്കും. ഞാൻ ഇത്രയും കാലം ഈ ഇവിടത്തെ ആൾക്കാരെ പറച്ചില് കൊണ്ടാണ് ഞാന് 2ാം ക്ലാസ് തൊട്ട് ഞാൻ CBSE സ്കൂളിലാക്കിയത്. അതും ഷംസ് പറഞ്ഞായിരുന്നു ഇവിടെ വെത്തിയർ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു നളന്ത, അവിടെ ആക്കുക പറഞ്ഞു. അപ്പോഴും കാക്ക പറഞ്ഞു വേണ്ട വെച്ചേ നമുക്ക് പിന്നോട്ടാറ് സ്കൂളിൽ തന്നെ ആക്കാം. അങ്ങനെയാണ് ഞാൻ ഷെറിൻ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ച് അവളെ ഈ 2 മക്കളെ ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. അവളെ ഞാൻ പഠിപ്പിച്ച് മുത്തുമോനെയും പഠിപ്പിച്ച്. അന്ന് മിച്ചുമോൻ ചെറുതാണ്. അന്നൊക്കെ ആരുണ്ടായിരുന്നു? റഹീം ഉണ്ടായിരുന്ന. എഗ്രിമെന്റ് സൈൻ ചെയ്ത് 11 വയസ്സായി. കുട്ടിക്ക് ഇതുവരെ ചെലവിന് കൊടുത്തിട്ടില്ല. ഒരു തെറ്റാണ് അവള് പറയണത്. ഷാനത് തന്നില്ല, വെള്ളം ഒഴിച്ചില്ലേ അത്. അവള് തിയേറ്റർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, കൊണ്ടുപോയി കാണിച്ച്. പാപ്പച്ചി എന്തെന്ന് പറഞ്ഞാലും അജിന് പോയ മാതിരിയാ പറയണേ. അവള് തിയേറ്റർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുക എന്തൊക്കെ വലിയ ഗമുള്ള മാതിരി. സത്യത്തിൽ ഇപ്പൊ ആരുടെയൊക്കെ മക്കളാണെന്നുള്ളത് എങ്ങനെ ഇപ്പൊ ഒന്ന് പറയാം. ഇതിപ്പോ വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലായിട്ടൊന്നുമില്ല. എനിക്ക് ആകെ കിട്ടിയ എന്താ അറിയോ, ഇപ്പൊ ഈ 5ാമത്തെ മാപ്പിളിനായിട്ട് ഒളിപ്പ ഈ 2 ദിവസം ഒതുങ്ങിക്കൂടാനുള്ള കാരണം കുട്ടി എന്തോ ഈ പണി കൊടുത്തു എന്നുള്ളതാണ്. കുട്ടി അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയാണല്ലേ. അപ്പൊ അതിനെ വെളുപ്പിച്ചാൻ വേണ്ടിയിട്ടാണ് മൈസൂരമാല അങ്ങനെ പറഞ്ഞു, മീച്ചമ്മ അങ്ങനെ പറഞ്ഞു, മറ്റോന് എന്താ പൂളക്കിഴങ്ങ് നിന്നു. അതിൻ്റെ ഇടയിൽ കൂടെ സംസു എവിടുന്ന് വന്നെന്ന് ഇച്ചൊരു പിടുത്തമല്ല ഇതുവരെ. അങ്ങനെ സംസു ഹംസ എന്താണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ കത്തം തീർക്കണ മാതിരിയില്ല പാടാ ഇവളെ മാപ്പിളുടെ പേര് കാണാതെ പഠിച്ചല്ലേ. എന്തായാലും പറയുമ്പോ സത്യസന്ധമായിട്ട് മക്കളെ കൊണ്ട് പറയിപ്പിക്കണം. അവര് 1 പവന്റെ സ്വർണ്ണം എന്റെ കുട്ടിക്ക് ഇട്ടെന്ന് പറഞ്ഞു. 3/4 പവന്റെ ഒരു സച്ചി മോഡൽ മാല ഇട്ടിട്ടുണ്ട്. 40ന്റെ വീഡിയോ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. 5.5 പവന്റെ സ്വർണ്ണം അവരെ കയ്യിൽ കസ്റ്റഡിയിലിരിക്കുകയാണ്. എന്റെ പ്രമാണം അവരെ കസ്റ്റഡിയിലിരിക്കുകയാണ്. കരം തീർത്തത് ഞാൻ അടയ്ക്കുന്നു. പ്രമാണം അവർക്ക് പാർട്ടി ലെവലിൽ നിന്ന്
കാര്യം തീർത്തത് ഇജടക്ക്. കാര്യം തീർത്തതോ? കാര്യം തീർത്തതാ. ഞാൻ എന്തിനാ കാര്യം തീർക്കാനും ഇതിനടക്കണു വിചാരിച്ചു. മറ്റേ അയൽക്കൂട്ടത്തിൽ അവര് പ്രശ്നം ഉണ്ടാക്കി അവരെ പിരിച്ചു കുടിയിപ്പിച്ച്, ഇവരെ തയ്യൽ ക്ഷേമനിധിന്ന് എന്റെ ഉമ്മയെ പിരിച്ചു കുടിയിപ്പിച്ച്. നിങ്ങള് സത്യസന്ധത ഉണ്ടെങ്കിൽ നാവായിക്കുളം പഞ്ചായത്തുകാര് നമ്മളാ ബ്രിജിലി ചേച്ചി, 2ാം വാർഡിലുള്ള ബ്രിജിലി ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് തിരക്കണം. എന്റെ അതെന്താ സകല മനുഷ്യന്മാരും അവിടെ ഇവിടെ എന്നും തിരക്കാൻ സ്ഥലമില്ലായിട്ട് ഞങ്ങളൊക്കെ അവിടെ പോയി തിരക്കണം. അതും എന്റെ കുടുംബചാരിത്രം എത്രാമത്തെ 5ാമത്തെ കെട്ടിയിലും പിന്നെ എത്ര 4ാമത്തേലുള്ള കുട്ടിയിലും അല്ലേ? ഇതല്ലേ ഇപ്പൊ ഞങ്ങൾ അവിടെ പോയി തിരക്കണ്ടേ? ഞങ്ങൾക്ക് ആർക്കും ഒരു പണിയില്ല. പൊന്നാര മകളെ, മഴക്കാലം തുടങ്ങി, ഇനി ഇപ്പൊ തുടങ്ങും അവിടെ പൊട്ടിച്ചാടി ഇവിടെ പൊട്ടിച്ചാടി പ്രളയം അത് ഇതെന്ന്. ഇജാന്റെ ഈ പേറും മാപ്പിളാരെയും കൊണ്ട് ഒന്നിപ്പോ ഒരു സ്വകോന്തരം കൊണ്ട് അതല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് മറ്റേ ടിക്ടോക്ക് നിർത്തിയാൽ മതി. ഈ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ തന്നെ നിർത്തണം. ഇവളിത് വായിച്ചിൽ വരും. ഇവളെ മറ്റേ ഇതാ കെട്ടി ഇതാ പെറ്റു, ഇതാ പള്ളയിലായി, ഇതാ മറ്റേ പള്ളയിന്ന് പോയി എന്നും പറഞ്ഞുകൊണ്ട് എന്ത് കേസ് കെട്ടാ റബ്ബേത്. ബാക്കി പറ. നിങ്ങൾ തിരക്കണം, പഞ്ചായത്തുകാർ തിരക്കണം. മോൾക്ക് വന്ന് എന്തെങ്കിലും മൊഴി കൊടുത്ത് എന്ത് തിരക്കാ? വീഡിയോ എന്ത് തിരക്കേണ്ട കാര്യം ജീ പറയുന്നു? കൂടാത്ത കൊച്ചിനെ കൊണ്ട് വല്ലതും പറയിപ്പിച്ചു. അവള് നോക്കിയപ്പോ ഇപ്പൊ അവക്ക് പഠിക്കണ്ട. അവളാ രാവിലോട്ട് ഇരുട്ടുന്നത് വരെ കൊണ്ട് കറക്കാം. അവളെ ബാപ്പാക്ക് അറിഞ്ഞൂടാ ഉമ്മ ഏത് ഹോസ്പിറ്റലിൽ പോയെന്ന്. ഇന്നലെ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു, ഞാൻ ആരടി നിന്റെ മസറൂറ? ഇപ്പോഴും നമ്മള് പറഞ്ഞെന്താണ്, മോൾ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ട്. അപ്പൊ ഞാനങ്ങ് ഇല്ലാണ്ടായി പോയാലും അതിലൊരു 10 വലിയ പഠിപ്പൊക്കെ ആണല്ലോ. 8ാം ക്ലാസ് വരെയും മോള് പഠിച്ചിട്ട് കലക്ടറാണോ അതോ IPS? എന്താ ഇപ്പൊ 8ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ട് കാട്ടുന്നു? മറ്റേ മോ എന്താണെങ്കിൽ ഒന്നും മുണ്ടില്ല, തലി ആട്ടിയും കൊണ്ടിരിക്കുന്നുണ്ടോ? എനിക്കറിയാം. മുന്നേ കുറച്ച് കഴിഞ്ഞപ്പോ ഇനി നേരെ തിരിയേണ്ടല്ലേ, അതിന്റെ കാരം. ട്യൂഷൻ നിങ്ങൾ നോക്ക്, കൈ പിടിച്ച് ചേർത്താണ് ഞാൻ പിടിച്ചത്. ഒരു റഹീമും ഇല്ലായിരുന്നു, ഒരു തനോഫറും ഇല്ലായിരുന്നു. അവള് പറയുന്നു അവള് ഇതുവരെ വാപ്പായെ കണ്ടിട്ടില്ലെന്ന്. ഇന്നലെ എന്തൊക്കെയാ നിങ്ങള് വർത്താനം? ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂല. ഞാൻ വിചാരിച്ചു 5ാമത്തേതെന്ന്. 5ാമത്തേന്നല്ല, ഇത് വേറെ ഏതൊക്കെ തൊള്ളയിൽ കിട്ടാത്ത പേരൊക്കെ വരുന്നു. തനൂഫർ, പിന്നെന്താണ് ഇരുമ്പ് ജമ്പോ പറഞ്ഞു. ഇപ്പൊ മക്കള് പറയണ അവര് പഞ്ചായത്തില് റഹീമുമായിട്ടാണ് പോയത്. റഹീമിനെ നമ്മള് വട്ടക്കൈതയില് ഷാനുമായിട്ട് കല്യാണം കഴിച്ച സമയത്ത് റഹീമിനെ വിളിച്ചു വരുത്തി. റഹീം തന്നെ വിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞു, വല്ലാഹി സത്യം, എന്താണ് നജ്ല, ഇതുപോലെ നിന്റെ ഉമ്മായും ബാപ്പായും വിളിച്ചിട്ട് ഞാനൊരു വക്കീലിനെയും കൂട്ടി താഴെ വാടക വീട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ ബാപ്പ ചോദിച്ചപ്പോ ബാപ്പ ഏറ്റിട്ടില്ല. വല്ലാഹി സത്യം. നജ്ല, എന്റെ വാപ്പയും എന്ത് പറഞ്ഞു എന്നാ പറയണത് എന്നാണ് പറയണത്. ഇതിനകത്ത് ആര് സത്യം ആര് കള്ളോന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അത് ശരിയാണ്. ഓലിൽ ആരാണ് സത്യം ആരാണ് കള്ളെന്ന് ഇവൾക്ക് പറയാൻ പറ്റൂല. പക്ഷെ ഇവള് സത്യമാണെന്ന് ഇവൾക്ക് അറിയാം. അത് മതി. കാര്യമുണ്ട്, ഷാന്റെ ഡബിള് ഇരട്ടി കുടിയാണ് റഹീം. കാരണം മുണ്ടൂരി കൈ പിടിച്ചുകൊണ്ടാണ് പറയണത്. അവൻ വേറെ കല്യാണം കഴിച്ച് വേറെ ജീവിതത്തിൽ പോയി. മസൂറ മോളെ രക്ഷിക്കണം 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 എന്ന് പറയാനേ ഞാൻ ജന്മം നൽകിയ മോളാണ്. എന്നിൽ എന്റെ തള്ളക്ക് അവകാശമില്ലെങ്കിൽ എന്റെ മകളിലും ഇല്ല അവകാശം. ഒരു പവന്റെ മാല ഇട്ടെന്ന്, 3/4 പവന്റെ മാല ഇട്ട്, കൈരളിയിലെ ബില്ലിപ്പോഴും ഇരിപ്പുണ്ട്. 3/4 പവന്റെ മാല ഇട്ടത് 5.5 ഗ്രാം സച്ചി മോഡലാണ് എന്റെ മോൾക്ക് ഇട്ടത്. ആ മോഡല് വരെ എടുത്ത് പറയാൻ കാണിച്ചോളൊരു മനസ്സ് ആരുടെ പറയുന്ന അറിയോള തള്ളനെ. എന്ത് വെളിയിൽ അവകാശം ഇല്ലെങ്കിൽ എന്റെ മോളിലും ഇല്ല എന്റെ ഉമ്മക്ക് അവകാശം എന്ന്. ഇവള് മറ്റെന്താ പറയാ, മുന്താസും ഷാജഹാനും തമ്മില് കല്യാണം കഴിച്ച മാതിരിയാണല്ലോ കല്യാണം കഴിച്ചിരിക്കണത്. കാട്ടിന്റെ അടിയിൽ പിടിച്ച് കെട്ടിപ്പിച്ചതാ. ഇതോള് പറയണതാണ്. അതിലിപ്പോ ഏതാ കുട്ടീന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ DNA കാർഡ് എടുത്ത് തരുന്നത്. ഇത് മറ്റേ എന്താ എന്തിന്റെ അംസടെ, ഇത് മയമാലിയുടെ, ഇത് പോക്കരുടെ, ഇത് മയമതിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ആഴ്ചക്കാഴ്ചക്ക് പേരും മാറുന്നുണ്ട് തോന്നുന്നുണ്ട്. മാപ്പിളാരെ പേരാപ്പത്. ഇതൊക്കെ ഇപ്പൊ ആരാ എന്നിട്ട് കാണാൻ ഓളി നമ്മളെത്ത്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഈ കൂടുതലൊന്നും പറയണ്ടല്ലോ. മറ്റേ സീരിയല് കാണുന്ന മാതിരി എല്ലാ എപ്പിസോഡും കാണാതിരിക്കണോലും ഉണ്ട്. ഇതെന്താ അറിയാനേ. എന്തായാലും ഇപ്പൊ സംഗതി അടവളലം മൂഞ്ചിക്കണു. ചൈൽഡൊക്കെ ഏറ്റെടുത്തതിനാല് ഇപ്പൊ കുട്ടീനെ ഓല് കൊണ്ടേക്കാണ്.
അപ്പോ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എപ്പിസോഡാണ് ഇപ്പൊ 37 പറയുന്നത്. പറയാം സ്കൂളിൽ കൊടുക്കാനുണ്ട്. 15 രൂപ ഞാൻ അവിടെ വെച്ചിരുന്നു എന്റെ മോക്ക് അടയ്ക്കാൻ. അപ്പൊ വന്ന് കരഞ്ഞ് അനിയന് ടിക്കറ്റ് ഇല്ല. ആരുണ്ടായിരുന്നു? ഞാനേ ഉള്ളായിരുന്നു. പ്രമാണം ജപ്തി കണ്ടീഷനാണ് 2 വീടും. ഇവരെന്തുകൊണ്ട് വാടക വെട്ടി പോയി കിടന്ന് തിരിച്ചെന്തുകൊണ്ട് കയറിയെന്നറിയാമോ? വാടക കൊടുക്കാൻ നിവർത്തിയില്ല. ഇവര് 2 ആൺമക്കള് ഉണ്ട്. കൊടുക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ പൈസ മേടിച്ച് തന്നിട്ടില്ല. അപ്പൊ മസ്റൂറ മോളെ അവകാശം പറയാൻ ഇവർക്ക് യാതൊരു അധികാരവും ഇല്ല. എന്റെ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് എന്റെ ബന്ധം നീർന്ന് നിന്ന റഹീമിനെ വിളിക്കേണ്ട അവകാശവുമില്ല. അതും എന്റെ വാപ്പ അറിയാതെ. വാപ്പാക്ക് ഇതൊന്നും അറിയില്ല. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു കാര്യം വരില്ലായിരുന്നു. ഇവരാണ് ബീൻ ഫാമിലിയെ വിളിച്ച് എന്റെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതെ, അല്ലെങ്കിൽ ഇവളെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. ആരൊക്കെ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞത് കൊണ്ടാണ് മറ്റേ ഇവളെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇവള് ആകെ മാനം കെട്ടത്. ഇവള് ഈ തിന്നുന്നതും തൂറുന്നതും ഇവോ ലൈവായിട്ടും കണ്ടന്റ് ആയിട്ടും ഇടുന്നുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. ഇതിന്റെയൊക്കെ മെയിൻ പ്രശ്നം എന്താ അറിയോ? അതായത് ഈ സോഷ്യൽ മീഡിയ ആണ് എല്ലാം എന്ന് പറഞ്ഞ് ജീവിച്ചിന അത്രയും തരം താഴ്ന്ന വർഗങ്ങളാണ് ഇവറ്റയ്ക്ക്. ഈ വെറുതെ പൈസ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിപ്പോരുന്നില്ലേ, അത് കിട്ടിപ്പടിഞ്ഞ പിന്നെ ഇതന്നെ അവസ്ഥ. മറ്റുള്ളവർക്ക് പിന്നെ പറ്റിച്ചാൽ നേരം വെളുക്കുമ്പോൾ ആരുടെയും കിട്ടിയാൽ മതി. അത് വയസ്സായാലും കുഴപ്പമില്ല, വയസ്സില്ലെങ്കിലും കുഴപ്പമില്ല. ഇവൾ അങ്ങനെയല്ല, ഇവൾക്ക് കിട്ടന്നെ വേണം. മനസ്സിലായോ? ഇപ്പൊ ഈ ഘട്ടന എങ്ങനെയാ നടന്നതെന്ന് അറിയില്ലേ? പണ്ടാരോ പറഞ്ഞ മാതിരി പണ്ടാരോ അല്ല, ജഗതി തന്നെ. ഇത് കല്യാണല്ല, ഇത് തല്ലിയാണല്ലേ. അതേമാതിരിയാണ് കട്ടിലിന്റെ അടിയിൽ പിടിച്ച് കെട്ടിച്ചതാ. എന്നിട്ടിപ്പോ ഓളിങ്ങനെ പറയുന്നേട്ട, അതായത് ഓളോളന്മാരെ പരക്കെ തെറി വിളിച്ചും കൊണ്ടും വെല്ലു വിളിച്ചും കൊണ്ടാണ്. എന്നാ ഓളെ മക്കള് ഓളെ കുറിച്ചൊന്നും 11 വയസ്സായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ആ കുട്ടി തിരിഞ്ഞു കുത്തി. മനസ്സിലാക്കണം, ഈ കുട്ടി ഇതൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ 2ാം വാപ്പാന്റെ അടുത്ത് മറ്റേ മക്കള് ജീവിക്കുന്ന കോലം എങ്ങനെയാന്നുള്ളത് എല്ലാവരും കാണുന്നതല്ലേ. ഇപ്പൊ ഈ അടുത്തായിട്ട് എന്തെല്ലാം സംഭവം നടന്നു. ഇത് 2 അല്ല, ഇപ്പൊ തന്നെ ആയിക്കൂടെ 5-8 എണ്ണം വാപ്പ. ഇനി എത്ര എണ്ണം വരാനുണ്ടെന്നും അറിയില്ല. ഇത് സീസണാ. ജൂണിലൊന്ന്, ജൂലൈയിലൊന്ന്, മറ്റേ ആഗസ്റ്റിലൊന്ന്. ഇതിന്റെ ഇടയിൽ ഒരു കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതോൾക്ക് പെറാനുള്ള ഗ്യാപ്പാ. എന്തായാലും ഇത് ഇവിടെ തീർന്നിട്ടൊന്നുമില്ല. ഇപ്പൊ എനിക്ക് സമയമില്ല. ഞാൻ എന്തായാലും ഇതൊന്നും കൂടി ചെയ്യും. കാരണം എന്താ അറിയോ, എനിക്ക് വേണ്ടിയിട്ട് കമന്റിലൊക്കെ ഭയങ്കര ദുആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ആദ്യം, അവനിക്കുള്ളത് പടച്ച റബ്ബ് കൊടുക്കും, ഞാനും എന്റെ മക്കളും പ്രാർത്ഥിക്കുമായിരുന്നു. അല്ല ചിക്ക, അല്ല ചാക്കി. ഇതൊക്കെ തന്നെ കാത്തിരുന്ന് കണ്ടോ. മറ്റീന്റെ ഗതി തന്നെ. മക്കളൊക്കെ പെൺമക്കളാണ് എന്നാ കുറെ നിൽക്കുക. ആൺമക്കളാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നുണ്ടല്ലോ. ആൺമക്കൾക്കുണ്ടല്ലോ തള്ളാര മോശത്തരം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അത് മനസ്സിലായാൽ കടിച്ചു തുപ്പും ചെയ്യും. അതിനൊക്കെ സമയമുണ്ട്. നിങ്ങൾ കണ്ടോളുണ്ടോ. ചിലരൊക്കെ ആൺമക്കളാണെന്നും പറഞ്ഞിട്ട് വലിയ ഗമയായിട്ട് നടക്കണത്. ആൺമക്കളൊക്കെ സ്വന്തം തള്ളാരത് ഇങ്ങനെ മറ്റുള്ളവരുടെ മൊബൈലിലൊക്കെ കാണുമ്പോഴേ ഭയങ്കര രസമായിരിക്കും. അത് കാണുന്നോലിക്കോ അറിയുന്നോലിക്കോ പ്രശ്നമില്ല എന്നുള്ളതാണെങ്കിലും ശരി, ഇവരൊക്കെ വന്ന വഴികൾ നോക്കൊണ്ടു സ്വന്തം മാതാപിതാക്കളെയും കുടുംബങ്ങളെയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ അത്രയും മതപ്പതിച്ച രീതിയിൽ എന്താ പറയാ നാണം കെടുത്തിട്ട് അവർ വന്ന്. ഇവരൊക്കെ എങ്ങോട്ട് പോകാനാ? ഇനിയിപ്പോ ഇവര് പറയുന്ന കാര്യം എന്താ, അവരുടെ മക്കളെ നോക്കാനാണ്. എങ്ങനെ സ്വന്തം മാതാപിതാക്കളെ ഇത്രയും തെറി വിളിച്ചും കൊണ്ട് അവരവരുടെ മക്കളെ കഷ്ടപ്പെട്ട് നോക്കുക എന്നുള്ളതാ. അതിനാണ് മറ്റേ എന്താ പറയാ സ്കാനറും വെച്ചിരിക്കണത്. സഹായത്തിന്. ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാണ്ട് തിരിഞ്ഞു കുത്തല് ഒക്കെ കാണാം നമുക്ക്. എന്തായാലും ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോ ബായ്, പോട്ടേക്കാ, ശരിക്കാ, ഈട്ടക്ക.